ചുവന്ന കളറിൽ കണ്ടില്ലേ കിതാബിൽ റാ എന്നെഴുതിയത്? എല്ലാവരും ഉറക്കെ പറയുക, മിഹ്റാബ്, മിഹ്റാബ്. ഇനി അതിനു താഴെ മക്കൾ വായിക്കണം. എന്താണ്? അറാദ, അറാദ അല്ലേ? അതിനുശേഷം എല്ലാം നാം പഠിച്ചതാണ്. അതെ, ഖുറൂജുൻ, ഖുറൂജുൻ. അതിനുശേഷം തുരീദു, തുരീദു. നേരത്തെ നാം പറഞ്ഞു റാഇന് കസ്റ വന്നാൽ ലഘുവായി പറയണം, ലൈറ്റായി പറയണം. രി കസ്റയെ നീട്ടാൻ ശേഷം യാഇനെ ചേർത്തു. അപ്പോൾ എങ്ങനെ പറയും? രീ, രീ, തുരീദു. അതെ. ഇനി അതിനുശേഷം മക്കൾ ശ്രദ്ധിച്ചോ, ബുർറൻ, ബുർറൻ. ഹർഫിന് മുകളിൽ ശ്രദ്ധ കൊടുത്താൽ ഹർഫിന് അല്പം ഘനമാണ്. അതെ, ബുർറൻ. ശേഷം ബുർറുൻ. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ബുർരിൻ, ബുർരിൻ, ബുർരിൻ. രീ എന്നല്ലേ നേരത്തെ കസ്റ കൊടുത്തപ്പോൾ റാഇനെ പറഞ്ഞത്? അതിന് ശ്രദ്ധ കൂടി വന്നപ്പോൾ രി, തൻവീനായപ്പോൾ റിൻ, ബുർരിൻ, ബുർരിൻ. അതെ. ഇനി അടുത്ത വരിയിൽ എന്തുണ്ട്? വായിക്കൂ. അതെ, അബറ. റാഇന് ശ്രദ്ധ വന്നു. അബറ. ഖറു, ഖറു. ശേഷം ഉബർരിഉ, ഉബർരിഉ, ഉബർരിഉ. അപ്പോൾ റ, റു, രി. മനസ്സിലായില്ലേ? റ, റു, രി. അതെ, ഉബർരിഉ. അതെ. ഇനി താഴെ ചെറിയ ചെറിയ കള്ളികൾ. ഒന്നാമത്തേതിൽ എന്തുണ്ട്? റാ. കണ്ടില്ലേ? റാ. പിന്നെ റൂ. ഇത് രീ. ഇതോ റൻ. ഇത്